കഴിക്കുന്നതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ മനുഷ്യന്? അമ്മ ഇത്ര ലേറ്റ് ആയിട്ടാണോ ഭക്ഷണം കഴിക്കണേ? അമ്മ മരുന്ന് കറക്റ്റ് സമയത്തിന് കഴിച്ചില്ല അസുഖം മാറില്ല കേട്ടോ. അവക്ക് അവിടെ എന്താ പണി? അമ്മയുടെ കാര്യം അവള് നോക്കുന്നില്ലേ? അവളവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കലിത്തുള്ളി ആടും. പേരിന് എന്തെങ്കിലും ഉണ്ടാക്കി തരും, വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള മട്ടിൽ. ഇതൊക്കെ ആരോട് പറയാൻ മോനെ? അവക്ക് അവിടെ അതിന് മാത്രം എന്തോ പണിയിരിക്കുന്നേ? കേട്ടോ, അവളുടെ ഒരു ദേഷ്യം. ഇവിടെ ഒരു കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിന് പോലും അവൾ കടിച്ചു തിന്നാൻ വരുവാ. ഞാൻ അയക്കുന്ന പൈസയൊക്കെ പിന്നെ അവൾ എന്താ ചെയ്യുന്നേ? അമ്മ ഒന്ന് ഫോൺ കൊടുത്തേ, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. മോൻ അത് ചോദിക്കേ. സുമേഷ് മോൻ വിളിക്കുന്നു. സ്പീക്കറിലിട. സുമേഷ് മോൻ വിളിക്കുന്നു. വയസ്സ് 33 ആയെന്ന് ഒരു വിചാരവും ഇല്ല. വരുന്ന ആലോചനകൾ മൊത്തം മുടക്കി മുതുക്കി. എന്താ സുമി, നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടോ? അമ്മ ഈ കറക്റ്റ് ടൈമിന് മരുന്ന് കൊടുക്കുന്നുണ്ടോ? എന്താടി അമ്മയ്ക്ക് ഒരു കേബിൾ കണക്ഷൻ എടുത്തു കൊടുത്താൽ എന്താ അതിന്റെ പ്രശ്നം? സുമേഷേ, ഒന്നാമത് എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. നീ അയക്കുന്ന പൈസക്ക് ഇവിടെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിന്റെ കേബിൾ കണക്ഷൻ. അപ്പൊ ഇതിനും മാത്രം ഞാൻ അയക്കുന്ന പൈസയൊക്കെ അങ്ങ് ചെലവായി പോവാണോ? അതെ, ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാടെ എനിക്കറിയൂ. അതിനിടയ്ക്കാണ് അവളുടെ ഒരു കണക്ക്. ഞാനാണോ ഇപ്പൊ കണക്ക് പറഞ്ഞത്? പിന്നെ ഞാനാണോ ഇപ്പൊ കണക്ക് പറഞ്ഞത്? അതെ, നീ നിന്റെ ഇഷ്ടത്തിന് പൈസ ചെലവാക്കിയ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാനാ? ഞാൻ എന്ത് ചെലവാക്കിയെന്ന് നീ പറയുന്നേ? ഈ വീടിന്റെ പുറത്തു പോലും ഞാൻ പോകാറില്ല, നിനക്കറിയോ? ഫോണിങ്. അതെ സുമി, നീ ഒച്ച എടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാനും ഇവിടെ ഒരു കുടുംബം നോക്കുന്നുണ്ട്, എനിക്കില്ലല്ലോ ഇത്രയും ചെലവ്. നീ തോന്നിയ പോലെ കാശ് ചെലവാക്കിയിട്ട് ഇവിടെ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതെങ്ങനെയാ? സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കുമ്പോഴല്ലേ അതിന്റെ വില അറിയുള്ളൂ. വല്ലോരുടെയും ചെലവിൽ ജീവിക്കുമ്പോ എന്തു ആവാലോ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചോളാ. എന്താ? സപ്ലൈ ചെയ്തെടുക്കാനാണോ? ഞാൻ ഫേസ്ബുക്കിൽ ഏതെങ്കിലും പെണ്ണിനെ വളച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്, ലൈഫ് സെറ്റാക്കാൻ. നമ്മുടെ സുഖേട്ടനെ പോലെ. നിനക്ക് വട്ടാണോ മോനെ? നീ നാളെ നിന്റെ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റി എല്ലാത്തിനും ഞാൻ വളയ്ക്കാൻ പോണേ. ശരിയടാ, ഓക്കെ. എങ്ങോട്ടാടി? ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാ ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട്? ദൂർത്തടിക്കാനാ. കഷ്ടം. എടാ ഇത് ഓക്കെയാണോ? ഇത് ഓക്കേടാ? ഇല്ലടാ. എടാ ഇത് ഓക്കെയാണോ? സെറ്റല്ലേ? ഇത് മതി, പിടിച്ചോ. ഇത് വിളിക്കും. പേര് സുമിയസ്, വയസ്സ് 33 അല്ലേ? സുനിൽ താമരാക്ഷൻ. എന്റെ ഫേസ്ബുക്ക് നെയിം എന്താണ്? അക്ഷയ് പോപ്സിൻസ്. പോപ്സിൻസാ? നീ ഇങ്ങനെ അടി, സുനിൽ സ്മോക്കി. സുനിൽ സ്മോക്കി. ഇവിടെ എന്താ കൊടുക്കണ്ടേ? ബികോം TTC. ഏതാ യൂണിവേഴ്സിറ്റി? എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് മൈ ലൈഫ് മൈ റൂൾസ്. അതിനകത്ത് ആ റൂൾസിൽ ഇസഡ് ഇങ്ങനെ പോണം. റൂൾസ് സെറ്റ് കൊട്. കുറച്ച് ഇസഡും കൂടി ഇടറാ. ഇനി വേണം.
ഇതല്ലേ? ആ വരൂ. എടാ ആരും റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണല്ല. മോനെ അതിനെക്കുറിച്ച് സമയം എടുക്കൂലടാ. ആ ഇടം മനുഷ്യനായ ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഈ പ്രായത്തിലാണോ ജോലി അന്വേഷിച്ചു വരുന്നത്? 5 വർഷം കഴിയുമ്പോഴേ റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ? ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ വേക്കൻസി ഇല്ല. പിന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് വേക്കൻസി ഉള്ളത്. കുഴിലോട്ടും കാലം നീട്ടി വെച്ചിരിക്കുന്നത് നിങ്ങളാണ് ഈ പറയുന്നത്. നാൻസി, പറ സുമി. എടി നിന്റെ കോളേജിൽ ഇപ്പൊ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ? നീ ജോലിക്ക് ശ്രമിച്ചു തുടങ്ങിയോ? അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്കൂളായാലും മതി. എടി പക്ഷേ ഇപ്പൊ സ്കൂളും കോളേജൊക്കെ ഡൊണേഷൻ ഇല്ലാതെ വലിയ മെനക്കേടാ. എന്നാലും ഞാനെന്താ സൈഡിൽ നിന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഉറപ്പൊന്നുമില്ലടി. ഓക്കെ. ഹായ്. ഹലോ. നൈസ് പ്രൊഫൈൽ പിക്. ലുക്കിംഗ് ക്യൂട്ട്. താങ്ക് യു. May I come in, sir? കുട്ടി മാരീഡാണോ? അല്ല സർ. ശരിക്കും? അതെ സർ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ മാത്രം. ഓ അത് കൊള്ളാം, അത് കൊള്ളാം. ബ്രദറുണ്ട്, അയ്യോ, ഗൾഫിലാ. ആ കണ്ട ഇത്ര പ്രായം പറയല്ലേ കേട്ടോ. ഓ വെരി വെരി യങ്, എന്നെ പോലെ. അയ്യോ ശരിക്കും ഒട്ടും പ്രായം പറയത്തില്ല. സർ എന്റെ പ്രൊഫൈൽ. ആ അതോക്കെ, അതോക്കെ, ഓക്കെ. സർ ഇവിടെ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു. പിന്നെ ഉണ്ട്. ബികോം ടിടിസി അല്ലേ? അതെ സർ. ഞാനിവിടെ ഇല്ലേ, ഞാൻ ശരിയാക്കാം. പിന്നെ കുട്ടിയെ പോലെ ഞാനും മാരിഡല്ല കേട്ടോ. എക്സ്ക്യൂസ് മീ സർ. സർ ഫയൽ. നിന്നെ ഇപ്പൊ ആരെയും കൊണ്ട് ക്ഷണിച്ചേ? ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാൻ നിനക്കറിയില്ലേ? അവന്റെ ഫയലും കൊണ്ട് ഒരു ആത്മാർത്ഥ. ഇറങ്ങി പോടാ. അയാളുടെ ഒരു ഒലിപ്പിക്കല്. പേടിച്ചു പോയോ? ചുമ്മാ. ഞാൻ ആക്ച്വലി ഒരു ശാന്തപ്രവൃത്തിക്കാരനാണ്. ഐ എം എ കൂൾ ഗൈ. പിന്നെ ഈ വർക്കിനിടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഒരു പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് അവർ ബിസി. സർ എന്റെ ജോലിയുടെ കാര്യം. ജോലി? ഏത് ജോലി? ക്ലർക്കിന്റെ. ഓ ഓക്കെ ഓക്കെ. ക്ലർക്ക് നാളെ ജോയിൻ ചെയ്യാം.